പുതിയൊരു ചർച്ചയിലേക്കാണ് സൂംബ ഡാൻസ്. അതിനെതിരെ സമസ്ത സംസാരിച്ചിട്ടുള്ളത്, ആഭാസം എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ട് അതിൽ പല ചാനലും ചർച്ച ചെയ്യുന്നുണ്ട്. പല രാഷ്ട്രീയ പ്രമുഖരും മത പണ്ഡിതന്മാരും സാമുദായിക നേതാക്കളൊക്കെ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് അതിൽ പല രീതിയിലാണ് സമൂഹത്തിൽ ഇറങ്ങി സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ മിതത്വമായിട്ടും അത് ശാസ്ത്രീയപരമായിട്ടൊക്കെ അതിനെ വിശകലനം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിലുള്ളൊരു പരിപാടി നടത്തുമ്പോൾ PTA മീറ്റിംഗ് നടത്താറുണ്ട്, അതിൽ ചർച്ച ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സംഘടനകളെ വിളിച്ചിങ്ങായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നിർബന്ധിതമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പരിപാടികളിൽ ഒന്നായിട്ടാണ് സൂംബ എന്നുള്ളത്. ശരിക്കും ഇതിൽ മുസ്ലിം സംഘടനകളും സമുദായ നേതാക്കളൊക്കെ ഇതിൽ സംസാരിക്കുന്നതിൻ്റെ പ്രധാന കാരണം, ഒന്ന്, സ്ത്രീകളും പുരുഷന്മാരും കൂടിയായിട്ട് ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇത് ഡാൻസിൻ്റെ മറ്റൊരു പാറ്റേൺ ആണ്. ഇത് മ്യൂസിക് വെച്ച് അതിനൊപ്പം നൃത്തം ചെയ്യുന്നതിന് തുല്യമാണ് ശരിക്കും ഒരു വ്യായാമം എന്നുള്ള രീതിയിൽ. അതിന് ഒരു എനർജിയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സന്തോഷം അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ശരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലഹരി ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് എന്നുള്ള രീതിയിലാണ് ഈ യോഗ ഇതുപോലുള്ള ഈ സൂംബ ഡാൻസ് ഒക്കെ കണക്കാക്കുന്നത്. ഇതിൽ മുസ്ലിം സംഘടനകൾ ഇത് പറയാൻ കാരണം, ഈ ആണും പെണ്ണും ഒരുമിച്ച് നിന്നൊരു ഡാൻസ് ആടാം. പിന്നെ ഈ സൂംബ എന്നുള്ളത് നമുക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിൽ പറത്തിട്ടൊന്നും ഇപ്പോൾ ഏതായാലും സൂംബ കളിക്കാൻ പറ്റില്ല, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സൂംബ എന്ന് പറയുമ്പോൾ വളരെ ഫ്രീ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ട്, ഇത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ഹാളിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്തരം വിമർശനങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ പുരുഷന്മാർക്ക് മാത്രമായിട്ട് പുരുഷൻ മാസ്റ്റേഴ്സ്. പക്ഷേ ഇത് മിക്സഡ് ആയിട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആണും പെണ്ണും കൂടി ഇങ്ങോട്ട് ഡാൻസ് ആടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശരിക്കും മുസ്ലിം സംഘടനയുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് ഇതിന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഈ സർക്കാർ ഇത് ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന് ശേഷം നടപ്പാക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഇപ്പം ഇങ്ങനെ പറയല്ലോ, ഇപ്പം നമ്മൾ വയലേറ്റ് ചെയ്യാന്ന് പറയുമല്ലോ, ഈ ഇത്തരത്തിലുള്ള സംസ്കാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കാരണം ഇപ്പോൾ സൂംബ അത് മിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ അതിനാളുകൾ സൈലൻ്റായി ആരും പ്രതികരണങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക്, അതായത് കുറച്ചും കൂടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു വലിയൊരു മാറ്റം എന്ത് ചെയ്യുന്നുണ്ട്, ചില ആളുകളെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ. പിന്നെ ഈ ലഹരിക്കെതിരെ നടത്തുന്നൊരു പരിപാടിയായിട്ടാണ്. എന്തൊരു പൊട്ടന്മാരാണ് ഇവർ, ഇത്രയും വലിയ പൊട്ടന്മാരെ വേറെ കണ്ടിട്ടില്ല. ഇത് സാഹചര്യങ്ങൾ കാരണം കൂട്ടത്തിലുള്ള സുഹൃത്ത് ലഹരി ഉപയോഗിക്കുന്നു, കൂട്ടത്തിലുള്ള ഒരു സഹോദരി ലഹരി ഉപയോഗിക്കുന്നു, അപ്പോൾ കൂട്ടുകാരനോട് ആവശ്യപ്പെടുന്നു നിനക്ക് വേണമെന്നുള്ളത് പറഞ്ഞ്. ഇത് സ്കൂളുകളിലൊക്കെ ഇത് നടക്കുന്നത് കുറച്ചും കൂടെ നിർബന്ധിതമായ രീതിയിലായിരിക്കാം, അതല്ലെങ്കിൽ ചതിക്കപ്പെടുന്നതായിരിക്കാം, പല രീതിയിലാണ്. ഈ സൂംബ ചെയ്തതുകൊണ്ടോ വ്യായാമങ്ങൾ ചെയ്തുകൊണ്ടോ യോഗ ചെയ്തുകൊണ്ടൊന്നും ഇവിടെ നമുക്ക് ഈ ലഹരിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഒരു 0% പോലും. ഇതൊക്കെ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അത് ഡാൻസേഴ്സ് ഉണ്ട്, സിംഗേഴ്സ് ഉണ്ട്, ഈ സൂംബൻ്റെ എല്ലാവരും മിക്സ്ഡാണ്. ഇത് ലഹരി ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മിക്സ്ഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്നുള്ളതൊക്കെ ഇവരാരോ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. സത്യത്തിൽ പോലീസ്, അതായത് എക്സൈസ്, ഇൻ്റലിജൻസ്, പോലീസ്, കസ്റ്റംസ്, അങ്ങനെ എന്തൊക്കെ വിഭാഗങ്ങളുണ്ട് ശരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള സർക്കാരിനൊക്കെ. ഇവരൊക്കെ ഉപയോഗിച്ചിങ്ങായിട്ട് ഹണ്ട് ചെയ്യുക, ഇതിൻ്റെ വേറെ എവിടെയാണോ അവിടം വരെ പോകാന്നുള്ളതാണ്. എത്ര പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സാണ് ശരിക്കും നമുക്കുള്ളത്. അവരുപയോഗിച്ച് കൊണ്ടിട്ട് നമുക്ക് അതിർത്തികളിൽ ഇത് കടന്നു വരുന്നത് എവിടെയാണോ, അതിർത്തിയിലാണോ, ഓക്കെ ഇത് ഫ്ലൈറ്റ് വഴിയാണോ വരുന്നത്, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇൻ്റലിജൻസും കാര്യങ്ങളും എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ. അപ്പോൾ വില കൂടിയിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ വരുന്നത് പല മേഖലയിൽ നിന്നാണ്, പല സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഗുജറാത്തിൽ നിന്ന് വരുന്നുണ്ടാവാം, ഗോവയിൽ നിന്ന് അറിയില്ല എവിടെ നിന്ന് വരുന്നതെന്നുള്ളത്. ഇതൊക്കെ ഹണ്ട് ചെയ്ത് പിടിച്ചിട്ട് ഇതിൻ്റെ വേര് അറക്കാന്നുള്ളൊരു സംഭവമുണ്ട്. സർക്കാരിനെ അത് സാധിക്കുള്ളൂ. അതിനു വേണ്ടി ശ്രമിക്കാതെ, അത്തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്താതെ ഇവർ ഈ രീതിക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രതികരണങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടാവും. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടിലേക്കായിരിക്കും പോവുക. അവർ ഈ പറഞ്ഞ ഹണ്ടിങ്ങിലേക്ക്, അതായത് ഹണ്ട് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പിടിക്കാതെ ലഹരി എവിടുന്ന് വരുന്നത്, ഇത് എവിടുന്നാണ് വരുന്നത്, ഇത് ആരാണ് കടത്തിക്കൊണ്ട് വരുന്നത്, ആരാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്, ഇതൊക്കെ അറിയാൻ ഈ കാലഘട്ടത്തിൽ വല്ല ബുദ്ധിമുട്ടുണ്ടാകും. പവർഫുൾ ആയിട്ടുള്ള പോലീസ് സംവിധാനമാണല്ലോ കേരളത്തിൻ്റെത്. അവർക്ക് ഈസി ആയിട്ട് ഇത് പിടിക്കാൻ പറ്റും. അവരത് ചെയ്യണം. അവരത് ചെയ്യാത്തതിൻ്റെ കാര്യം അവർക്ക് വരുമാനം വരുന്നുണ്ടാവും. ഉറപ്പായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട പവർഫുൾ ആയിട്ടുള്ള ലഹരികളുടെ ലിസ്റ്റിൽ ടോപ്പ് 10 എന്തായാലും മദ്യം വരുന്നുണ്ട് എന്നുള്ളതാണ്, ആൽക്കഹോൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആൽക്കഹോൾ ഇവിടെ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരു ചോദ്യമായിട്ട് അവർക്ക് ഓപ്പോസിറ്റ് വരുമോ എന്നുള്ളത് കൊണ്ടായിരിക്കും അവരിത് കൂടുതൽ ഹണ്ട് ചെയ്യാത്ത, അറിയില്ല. പക്ഷേ അതാണ് വഴി. ലഹരിങ്ങൾക്ക് ഇവിടെ ലഹരി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കോളേജുകളിലും ചെറുപ്പക്കാരൊക്കെ ഈ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് തടയണമെന്നുണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് ഈ ലഹരി വരുന്ന വഴി, അത് സപ്ലൈ ചെയ്യുന്ന വഴി, അതുപോലെ തന്നെ അത്
കുട്ടികളിലേക്ക് എത്തിക്കുന്ന ആളുകൾ, അങ്ങനെ ഒട്ടനവധി വഴികളുണ്ട്. ആ വഴികളൊക്കെയാണ് ക്ലോസ് ചെയ്യേണ്ടത്. അവിടെയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് ക്യാച്ച് ചെയ്യേണ്ടത്. അവിടെ നിന്ന് അത് അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വളരെ വളരെ പുഷ്പം പോലെ ഈസി ആയിട്ട് ആ കാര്യം കൈകാര്യം ചെയ്യാൻ സാധിക്കും. അത് ചെയ്യാതെ ഇതാണ് നല്ലത്, ഇതാണ് ഡാൻസ് ആടിയാൽ മതി, പാട്ട് പാടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതൊക്കെ പൊട്ടത്തരാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കേരള സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയാം ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സർക്കാരിനും അറിയാം. പിന്നെ ആരാണ് ഇവർ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് മനസ്സിലാവണില്ല. അതിപ്പോൾ കേന്ദ്ര സർക്കാരാണെങ്കിലും ശരി, കേരള സർക്കാരാണെങ്കിലും ശരി. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സർക്കാർ വന്നാലും അവരും തന്നെ ആയിരിക്കും. അപ്പോൾ സർക്കാരിലേക്ക് എനിക്ക് തോന്നുന്നത് സാമ്പത്തികമായിട്ട് സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്ന പരിപാടി ആയതുകൊണ്ടാണോ ഇവരിതിനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാതെ അത് പോണ പോലെ പോട്ടെ നിൽക്കുന്നത്. അതല്ലെങ്കിൽ സർക്കാർ ഇത് സപ്ലൈ എന്ന് പറഞ്ഞാൽ മദ്യം സപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ വഴി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവരെന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവണില്ല. സൂംബ, ലഹരിക്കെതിരെ സൂംബ, അതിനെതിരെ കുറേ മന്ത്രിമാരും റിയാസിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിരുന്നു. റിയാസ് അങ്ങനെ കുറേ ആളുകളൊക്കെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പങ്കെടുത്ത് പോകുന്നുണ്ട്. സ്കൂളുകളിലൊക്കെ ഇനി സിലബസിൻ്റെ ഭാഗമാക്കിയാൽ എന്താ കുഴപ്പം? സൂംബ സിലബസിൻ്റെ ഭാഗമാക്കി അപ്പോൾ ലഹരി നിൽക്കുമോ? ഇനി സൂംബ വേണ്ട, യോഗയും കൂടി വന്ന് സിലബസിൻ്റെ ഭാഗമായി. ഇല്ലെങ്കിൽ വേണ്ട, കഥകളിയും എല്ലാം, അതായത് എന്തെല്ലാം കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവന്നിട്ട് സിലബസിൻ്റെ ഭാഗമാക്കിയാൽ ലഹരി ഇവിടെ നിൽക്കുമോ? ഇല്ല. ലഹരി നിൽക്കേണ്ടത് എങ്ങനെയാണ്? അത് ലഹരിക്ക് ഓപ്പോസിറ്റ് പോകുമ്പോഴാണ്, സർക്കാർ ലഹരിക്കെതിരെ മത്സരിക്കുമ്പോഴാണ്, ലഹരിക്കെതിരെ സർക്കാർ ഫൈറ്റ് ചെയ്യുമ്പോഴാണ്. അതെങ്ങനെ ഫൈറ്റ് ചെയ്യണം? ഡയറക്റ്റ് ലഹരിക്കെതിരെയുള്ള ഫൈറ്റ്. കേരളത്തിലേക്ക് വരുന്ന എല്ലാ കവാടങ്ങളും അടക്കണം. എല്ലാ കവാടങ്ങളിലും അതിശക്തമായിട്ടുള്ള ചെക്കിങ് വേണം. വരുന്ന വാഹനങ്ങളൊക്കെ ശരിക്കും ചെക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നത് തുടർച്ചയായിട്ടുള്ള 2-3 മാസം ഇതിനു വേണ്ടി സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തീരാവുന്നതുള്ളൂ ഈ ലഹരിൻ്റെ പരിപാടി. സിന്തറ്റിക് ഡ്രഗ്സ് കേരളത്തിൽ വന്നുകഴിഞ്ഞിട്ട് വിൽക്കുന്നതും അടിക്കുന്നതും കുട്ടികളും ഒക്കെ എന്താ പറയുക, വളരെ വൾഗറായിട്ട് പെരുമാറുന്നതും ആളുകളെ അടിച്ചു കൊല്ലുന്നതൊക്കെ ഇതൊക്കെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. പക്ഷെ അതിലേക്ക് പോകാതെ സർക്കാർ സൂംബ എന്നും പറഞ്ഞെടുക്കുന്നത് വലിയൊരു പൊട്ടത്തരാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ആ പൊട്ടത്തരം ഈ രീതിയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ രീതിയിൽ ചുളിവിൽ കൂടെ, അതായത് ചെറിയ ഗ്യാപ്പിൽ കൂടെ അടിച്ചു കയറ്റാന്ന് പറയുമല്ലോ, ആ രീതിയിലുള്ള കളികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സർക്കാർ വലിയ രീതിയിൽ മറുപടി പറയേണ്ടി വരും, വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത്. പക്ഷേ ഇത്രത്തോളം ഓപ്പണായിട്ട് എന്ത് ചെയ്യില്ല, ആളുകൾ സംസാരിക്കില്ല എന്ന് മാത്രം. കാരണം സംസാരിക്കാൻ വരുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ഇമേജ് ഉണ്ട്. നമ്മൾ മാത്രമായിരിക്കുള്ളൂ ചിലപ്പോൾ ഇത്ര ഓപ്പണായിട്ട് ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവാം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.